നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ചെയ്യുന്ന അവയർനെസ് വീഡിയോകൾക്ക് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. പോസിറ്റീവ് കമൻ്റുണ്ട്, നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. ചില കമൻറ്റുകൾ അതിഭീകരവുമാണ്. അപ്പോൾ അത്തരം കമൻറ്റുകൾ ഞങ്ങൾ വായിച്ചപ്പോൾ റിപ്പീറ്റായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്, രാത്രി കാലങ്ങളിൽ കണ്ണുകളിലേക്ക് തുറിച്ചടിക്കുന്ന ഹെഡ്ലൈറ്റുകളെ പറ്റി ഒരു ചെറിയ ബോധവൽക്കരണ വീഡിയോ ചെയ്യണമെന്നാണ്. രാത്രി കാലങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഹെഡ്ലൈറ്റുകളുടെ ശരിയല്ലാത്ത ഉപയോഗമാണ്. നമ്മൾക്കെല്ലാമുള്ളൊരു പ്രവണതയാണ്, ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബുകൾ മാറ്റി അമിത പ്രകാശമുള്ള ബൾബുകൾ ഘടിപ്പിക്കുക എന്നുള്ളത് തെറ്റായ ഒരു പ്രവണതയാണിത്. എല്ലാവരും ഈ രീതി പിന്തുടർന്നാൽ നമ്മുടെ റോഡുകളിൽ രാത്രികാല ഡ്രൈവിംഗ് ദുഷ്കരമായി തീരും. ഇനി മറ്റൊരു ട്രെൻഡ് കൂടിയുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ടിലും സൈഡുകളിലുമൊക്കെ കളർ ലൈറ്റുകൾ പിടിപ്പിക്കുക, ഡാൻസിങ് ലാമ്പുകൾ പിടിപ്പിക്കുക. ഇതുമൂലം രാത്രിയിൽ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. ഈ പ്രകാശം നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലിട്ട് 2-3 സെക്കൻഡ് അതിലേക്കൊന്ന് നോക്കി നിൽക്കുക. നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. ഇതിന് പറയുന്ന ഹെഡ്ലൈറ്റ് കോമ്പിനേഷൻ സ്വിച്ച് എന്നുള്ളതാണ്. നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം, 3 പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. ഓഫ് ഉണ്ട്, പിന്നീട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലോ ബീം കൊടുത്തിട്ടുണ്ട്, ഇതിലൊരു ആരോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാത്തപ്പോൾ ഈ ആരോ ഓഫിന് നേരെയായിരിക്കും നിൽക്കുന്നത്. ഓഫിന് നേരെ നിന്നാൽ അതിനർത്ഥം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത പൊസിഷനിലെത്തുമ്പോൾ ഇത് പാർക്ക് ലൈറ്റിൻ്റെ സിമ്പലാണ്. അതിലെത്തുമ്പോൾ നമ്മുടെ പാർക്ക് ലൈറ്റുകൾ ഓണാണ്. ഇനി ആരോ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ലൈറ്റ്, അതിലേക്ക് താഴേക്ക് വരുന്ന റേസ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ലോ ബീമാണ് അല്ലെങ്കിൽ ഡിം ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ബ്രൈറ്റ് ആക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ നോബിനെ മുകളിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നോബ് ഡിം ബ്രൈറ്റ് മോഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബ്രൈറ്റിലേക്ക് ആക്കണമെങ്കിൽ പതുക്കെ വിരൽ ഉപയോഗിച്ച് മുകളിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇത്. ഇനി ഇതിൽ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്ററുകളും. റൈറ്റിലേക്ക് തിരിയണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഹെഡ്ലൈറ്റുകളുടെ ഇൻഡിക്കേറ്ററുകളുടെ സ്വിച്ച് ഒരേ നോബിൽ തന്നെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് ഹെഡ്ലൈറ്റുകൾ നിയന്ത്രിക്കാം.